ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒന്നിലധികം മെയിലുകൾ വായിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ജെനി. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞാൽ മാഡം എന്നോട് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. മാഡം, വളരെ ചെറുതിലെ മുതൽ ഞാൻ ഒരു വിദേശ രാജ്യത്താണ് താമസിച്ചിരുന്നത്. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. എൻ്റെ കൂടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളം പഠിക്കണമെന്ന് സ്ട്രിക്റ്റായിട്ട് ഡാഡിയും മമ്മിയും പറഞ്ഞതുകൊണ്ട് മലയാളം ഞാൻ നന്നായി പഠിച്ചു. പിന്നീട് +2 മുതൽ ഇവിടെ വന്നാണ് പഠിച്ചത്. എൻ്റെ പേരൻസിൻ്റെ മാതാപിതാക്കളുടെ കൂടെ 2 വീടുകളിലും ഞാൻ മാറി മാറി നിൽക്കുമായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ കുട്ടികൾക്കിടയിൽ ആകർഷണം ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ. എനിക്കും ഒരാളെ ഇഷ്ടമായിരുന്നു, അവനും എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ മറ്റു ഡെവലപ്മെൻറ്റുകൾ ഒന്നുമില്ല. അവൻ വേറെ രാജ്യത്തെ പൗരനാണ്. കണ്ടാൽ ശരിക്കും സുന്ദരൻ, വെളുത്ത് തൊടുത്ത് ചുമന്ന് മാഡത്തിന് അറിയാമല്ലോ, അങ്ങനെ ഒരാളായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞ ശേഷവും ഇൻ്റർനെറ്റിലൂടെ അവനുമായി ഞാൻ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ +2 പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ. കോളേജിലെത്തിയോടുകൂടി അവനും കൂടുതൽ സാന്ദ്രമായി, എനിക്കും കൂടുതൽ സാന്ദ്രമായി. അവൻ ആ രാജ്യത്തേക്ക് തിരിച്ചുപോയി. അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും കൂടി ചാറ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് അത് മറ്റു പല രീതിയിലും വഴിമാറി. അവൻ എന്നോട് പറഞ്ഞു, എല്ലാം ഒന്നും കണ്ടും കേട്ടും നമുക്ക് ചാറ്റ് ചെയ്യാമെന്ന്. ആദ്യം അവനാണ് തുടങ്ങി വെച്ചത്. അവൻ 6 പാക്കും മറ്റും ഉണ്ടാക്കിയെടുത്ത് ശരിക്കും നമ്മൾ വീഡിയോയിലൊക്കെ കാണത്തില്ലേ, അതേപോലെ ഒരാൾ. അവൻ്റെ വളർച്ചയും അവൻ്റെ അത്യുഗ്രനായ പല ഫീച്ചേഴ്സും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മാഡം, ഇത്രയും സൗന്ദര്യമുള്ളൊരുത്തിനെ ഞാൻ പ്രേമിച്ചല്ലോ. ഇവരെൻ്റെ ഭർത്താവായി വന്നിരുന്നു കഴിഞ്ഞാൽ വീഡിയോയിലൊക്കെ പെണ്ണുങ്ങൾ അലക്കില്ലേ, അതുപോലെ എനിക്കും ഉറക്കെ കരയേണ്ടി വരുമല്ലോ എന്നൊക്കെ ഞാൻ ഓർത്തു. ആദ്യകാലങ്ങളിൽ ഞാനത് മൗനമായിരുന്ന് കാണുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവൻ നിർബന്ധിക്കാൻ തുടങ്ങി. സ്നേഹത്തിൻ്റെ പ്രതീകമായി ഞാനും അവന് വേണ്ടി പലതും നിരത്തി വെക്കണമെന്ന് അവൻ പറഞ്ഞു. കണ്ട് കണ്ട് ആകാംക്ഷ മൂത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് ഇട്ടിട്ട് പോയാലോ, എനിക്ക് ആ മനോഹരമായ കാഴ്ചകളെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് അവന് വേണ്ടി ഞാനും ചില കാര്യങ്ങളിൽ മുൻകൈ എടുക്കാൻ തുടങ്ങി. അവനത് ഒത്തിരി ഇഷ്ടമായി. കാര്യം എൻ്റെ ദേഹവും വെളുത്ത് തൊടുത്ത് സൗന്ദര്യമുള്ളതാണ്. അവൻ പറഞ്ഞത് അവൻ്റെ രാജ്യത്തെ പെണ്ണുങ്ങളെപ്പോലെ തന്നെയാണ് ഞാനുമെന്നാണ്. ഇന്ത്യൻ സ്ത്രീകൾക്കുള്ള ഫീച്ചേഴ്സ് ഒന്നുമല്ല എനിക്കുള്ളതെന്ന് പറയും. അത് എനിക്ക് കോംപ്ലിമെൻ്റ് ആണോ അതോ വേറെന്തെങ്കിലും ഒരു നെഗറ്റീവാണോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അവൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോയിലൊക്കെ കാണുന്ന ആ നടന്മാരെ പോലെ ശരിക്കും ഫീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഞാൻ പ്രേമപൂർവ്വമാണ് അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നത്. പ്രേമം തന്നെയാണ് അവൻ തിരികെ തന്നതെന്ന് ഞാനും വിശ്വസിച്ചു. ഒരു ദിവസം ഞാൻ കല്യാണ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു അവന് കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ല. അതിനൊന്നും വേണ്ടിയിട്ടല്ല പ്രേമം. പ്രേമിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം മാറുമെന്നും അത്തരമൊരു ജീവിതത്തിനൊന്നും അവന് താല്പര്യമില്ല. സ്വതന്ത്രമായി നടക്കാനാണ് താല്പര്യം. അവൻ കണ്ടിട്ടുള്ള പെണ്ണുങ്ങളിൽ ഏറ്റവും ഇഷ്ടം എന്നോട് മാത്രമാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ച് അവൻ ആക്ടിവിറ്റീസ് ഒന്നും നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജീവിതം എൻജോയ് ചെയ്യണമെന്നും നീയും അതുപോലെ കല്യാണം കഴിഞ്ഞ് ഇന്ത്യൻ കൾച്ചറിൽ ഒതുങ്ങാതെ പാറിപ്പറന്ന് ശലഭത്തെ പോലെ നടക്കണം, പലതും കണ്ടും കൊണ്ടും അറിയണം, എങ്കിൽ മാത്രമേ ജീവിതം സമ്പൂർണ്ണമാകൂവെന്ന് അവൻ പറഞ്ഞു. കുറച്ചൊക്കെ വിദേശ രാജ്യത്തെ കൾച്ചർ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഇവിടെ വന്ന് സെറ്റിലായതിൽ പിന്നെ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് വലിയ ആവേശമൊന്നുമില്ല. കുറച്ച് പേടിയുമുണ്ട്. പക്ഷേ അവൻ ഇത്രയും സൗന്ദര്യമുള്ളവനും എൻ്റെ സ്വപ്ന പുരുഷനുമായതുകൊണ്ട് പലപ്പോഴും അവൻ പറഞ്ഞത് കേൾക്കാൻ ഞാൻ തുടങ്ങി. അവൻ പല പരീക്ഷണങ്ങളും അവിടെ നടത്തുന്നത് ഞാൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവനും എന്നോട് പറയും, ഇന്ന് നീ ഒരു പച്ചക്കറി കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഇന്ന ഉപകരണം വാങ്ങിക്കൂ എന്നൊക്കെ പറയും. വിവാഹമൊന്നും നടക്കില്ലെങ്കിലും അത്രയും സുന്ദരനായ ഒരു പുരുഷനെ എൻ്റെ കണ്ണുകൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അവനിൽ ഞാൻ എഡിക്റ്റായി. അവൻ പറയുന്ന പോലെയൊക്കെ ഞാനും ചെയ്യാൻ തുടങ്ങി. പല ഡെമോൺസ്ട്രേഷനും അവൻ കാണിക്കും. അപ്പോൾ ഞാനത് അനുകരിക്കാൻ ശ്രമിക്കും. അവൻ എന്നോട് പലതും നിർദ്ദേശിക്കും. അവനെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറായിരുന്നു. അവൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റപ്പ്. കാര്യം ഞാൻ പ്രേമിക്കുന്ന ആളാണ്.
പതുക്കെ പതുക്കെ പ്രേമം എന്നുള്ള കാര്യം അവൻ എന്നോട് മറക്കാൻ പറഞ്ഞു. രസം, ഈ ലോകത്ത് മുഴുവനും രസം നിറഞ്ഞിരിക്കുകയാണ്. വിവാഹമെന്ന് പറഞ്ഞ അതപ്പതിച്ച് ചട്ടക്കൂട്ടിൽ വീഴരുതെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നാലും എൻ്റെ പുരുഷൻ്റെ സ്ഥാനത്ത് അവനെ മാത്രമേ എനിക്ക് സ്ഥാപിക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാണാനോ കല്യാണം കഴിക്കാനോ ഉള്ള അവസരങ്ങളില്ലല്ലോ എന്നോർത്തു. എനിക്ക് ഇവിടെയുള്ള ആണുങ്ങളോടൊന്നും യാതൊരു താല്പര്യം തോന്നിയില്ല. സ്വതവേ സുന്ദരിയായ എൻ്റെ പുറകെ ഒത്തിരി പേർ നടന്നു. പക്ഷേ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ താമസിച്ചിരുന്നത് ഒരു വില്ലയിലായിരുന്നു. അത് എനിക്ക് സ്വന്തമായിട്ട് പപ്പ എടുത്തു തന്നിരുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ സമയവും ഒക്കെയുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അതാണ് ഞാൻ കൂടുതൽ ഇതിലൊക്കെ ഇൻവോൾവ് ആകാനുള്ള കാരണം. അവൻ്റെ ക്രേസിയായ ചിന്തകളിൽ ഞാനും അഡിക്റ്റായിപ്പോയി മാഡം. പിന്നെ സമയത്തിൻ്റെ വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഉറക്കമൊഴിച്ച് തന്നെ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ അവൻ സ്ട്രാറ്റജി മാറ്റാൻ തുടങ്ങി. അവിടെയുള്ള സുന്ദരികളായ സ്ത്രീകളെ കൊണ്ടുവരും. എന്നിട്ട് എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ സല്ലാപങ്ങളിൽ ഏർപ്പെടും. പല രീതിയിൽ. അവനാണെങ്കിൽ ഇത്തരം വീഡിയോയിലൊക്കെ അഭിനയിക്കുന്ന ഒരാക്ടറായി മാറാനാണ് താല്പര്യം. അങ്ങനെയുള്ള ഒരു ലൈഫ് തിരഞ്ഞെടുക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അതിനെല്ലാം ഞാൻ അനുകൂലിക്കണമെന്നും ഭാവിയിൽ അവൻ ഇന്ത്യയിലേക്ക് വന്നിട്ട് എന്നെ ചിലപ്പോൾ കല്യാണം കഴിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിഡിത്തമാണെന്ന് എനിക്കറിയാം. എങ്കിലും അവൻ്റെ വാഗ്ദാനങ്ങളിൽ ഞാൻ മയങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതും കാണിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അവിടെ കിടന്ന പെണ്ണുങ്ങൾ ഓ മൈ ഗോഡ് എന്നും ഓ ഗുഡ്നെസ് എന്നും ഒക്കെ പറയുന്നത് ഞാൻ കാണുകയാണ്. എല്ലാ രീതിയിലുമുള്ള പരീക്ഷണ വസ്തുക്കൾ അവിടെ അവന് കിട്ടിക്കൊണ്ടേയിരുന്നു. അതെല്ലാം ലൈവായി HD മികവോടെ ഞാൻ കാണുകയാണ്. എനിക്ക് പതുക്കെ പതുക്കെ അവൻ മറ്റുള്ളവരുമായി കൊഞ്ചിക്കുഴയുന്നത് ഒരു പ്രശ്നവുമല്ലാതായി മാറി. ദിവസവും അവൻ കാണിക്കുന്ന ആ ഒരു പ്രദർശനം എല്ലാം എനിക്കും കാണാൻ കൊതിയായി. അവരോട് ഞാൻ പറയാൻ തുടങ്ങി, ഇന്ന് വെറൈറ്റി ആയിരിക്കണം, ഇന്ന് പുതിയൊരാളെ കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെ ഞാനും ആവശ്യപ്പെടാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ കോളേജിൽ പോക്കും ഇത്തരം കാര്യങ്ങളുമെല്ലാമായി എൻ്റെ 24 മണിക്കൂറും ബിസിയായി. ഞാൻ പിന്നീട് ഒരു ദിവസം അവനോട് ചോദിച്ചു, എന്തായാലും നീ ഇപ്പോൾ റിച്ച് ആണല്ലോ, നിനക്ക് നാട്ടിലേക്ക് വരാൻ ഒരു പ്രശ്നവുമില്ല. സഞ്ചാരിയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നാട്ടിൽ വരാം. അപ്പോൾ പിന്നെ നീ എന്തിനാണ് എപ്പോഴും എന്നോട് ഇങ്ങനെ ഇൻ്റർനെറ്റിൽ കൂടെ മാത്രം ബന്ധം പുലർത്തുന്നത്? അതുകൊണ്ട് നാട്ടിൽ വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഒരു 6 മാസം അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി പണം സമ്പാദിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. പണം സമ്പാദിച്ചു കഴിഞ്ഞാൽ വർഷത്തിൽ 2 വർഷം വന്ന് കുറച്ച് ദിവസം എൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാമെന്ന് അവൻ സമ്മതിച്ചു. ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് അവൻ കേരളത്തിൽ വന്നത്. അവന് 40 ദിവസത്തെ വിസ ഉണ്ടായിരുന്നു ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ താമസിക്കുന്ന ടൗണിൽ തന്നെയാണ് താമസിച്ചത്. ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെയും വന്ന് നിൽക്കും, അതും നൈറ്റ് മാത്രം. അടുത്തൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ കൂടുതൽ പേർ ഒരു വിദേശിയെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചിന്തിക്കുക? അതുകൊണ്ട് കുറച്ചൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു. വീട്ടിൽ പറയാതെ, എൻ്റെ അച്ഛനോടും അമ്മയോടും പറയാതെ പല സ്ഥലത്തും ഞങ്ങൾ കറങ്ങാൻ പോയി. ഗോവ, പിന്നെ അങ്ങനെയുള്ള കുറേ ഡെസ്റ്റിനേഷൻസ്. അവിടെ വെച്ചെല്ലാം ഞാൻ അവനോട് പറഞ്ഞത്, എനിക്ക് നീ വീഡിയോയിൽ കാണിച്ചു തന്നതിനേക്കാൾ കൂടുതലായുള്ള സ്നേഹം പകർന്നു നൽകണമെന്ന്. അവനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. മാഡം, വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ആദ്യമൊക്കെ ഞങ്ങളുടെ ബന്ധം സുഗമമല്ലായിരുന്നു, വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മാഡത്തിനോട് ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയിലൊക്കെ കാണുന്നത് പോലെയാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അത് പ്രയോഗക്രമത്തിൽ വരുമ്പോൾ മാഡം ഒരിക്കലും ഇന്ത്യൻ സ്ത്രീകൾക്ക് പൊരുത്തപ്പെടില്ല. കാര്യം അത് ഇന്ത്യൻ സ്ത്രീകൾ സ്വപ്നം കാണുന്നതിനേക്കാൾ ഒത്തിരി ബൃഹത്തായ പദ്ധതികളാണ്. പക്ഷേ ബൃഹത്തായ പദ്ധതികൾ കയറി ഇറങ്ങിയാൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂന്ന് എവിടെയോ വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പദ്ധതികളും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറായിരുന്നു. പിന്നെ അവൻ്റെ എല്ലാ പരീക്ഷണങ്ങളും എന്നോട് പറഞ്ഞിട്ടുള്ളതും അതേപോലെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ അവൻ്റെ ഐഡിയകളും എല്ലാം 40 ദിവസം അവൻ എൻ്റെ തങ്കത്താളത്തിൽ പകർന്നു നൽകിയായിരുന്നു. എനിക്കും
കാത്തിരുന്ന് കിട്ടിയ ഒരു പുതുമഴയായിരുന്നു. ഞാനും മാക്സിമം ഉത്സാഹിച്ചു. അവൻ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകൾ വീഡിയോയിലൊക്കെ കാണിക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ വളരെ വളരെ ഊർജ്ജസ്വലയായി ഞാനും അഭിനയിച്ച്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കി അവൻ്റെ കൂടെ സല്ലാപത്തിൽ ചേർന്ന് രസിച്ചു. അത് വ്യത്യസ്തമായ ഒരു രീതി തന്നെയായിരുന്നു. ഇന്ത്യൻ പുരുഷന്മാർക്ക് അതൊന്നും അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സ്നേഹകലകളെപ്പറ്റി പണ്ട് ഋഷിവര്യന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുതന്നെയാണ് വിദേശീയർ പഠിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാർ അതൊന്നും പ്രയോഗക്രമത്തിൽ വരുത്തുന്നില്ല. പക്ഷേ വിദേശികളിലെ ഒത്തിരി നന്നായി അത് ആഴത്തിൽ അറിഞ്ഞു പെരുമാറുന്നു. അവർക്കവിടെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ജീവിതം തന്നെ ഉല്ലാസമാണ്. അവർ രസിക്കപ്പെടുകയാണ് ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇവിടെ ഇപ്പോഴും അതൊക്കെ മറന്ന് എല്ലാവരും പഴയ കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സദാചാരമൊക്കെ ഇവിടെ എന്തിനാണ് മാഡമെന്ന് എനിക്കറിയില്ല. എൻ്റെ ചരടും പൊട്ടിപ്പോയിരുന്നു. പട്ടം കണക്കെ ഞാൻ ഒഴുകുകയായിരുന്നു. ഒന്നും ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല മാഡം. എൻ്റെ സുരക്ഷിതത്വവും ഒന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും പണ്ടൊരു തമാശ കേട്ടിട്ടില്ലേ മാഡം, എൻ്റെ പുറം നീ പള്ളിപ്പുറമാക്കിയല്ലോ എന്ന്. അങ്ങനെ പള്ളിപ്പുറത്തിനും അപ്പുറം എല്ലാം താറുമാറാക്കിയിട്ടാണ് അവൻ കൊടുങ്കാറ്റ് പോലെ പോയത്. കൊടുങ്കാറ്റ് സുനാമിയും കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കടപ്പുറം എന്ന് പറഞ്ഞതുപോലായിരുന്നു എൻ്റെ മനവും തനുവും. പോരാടവും ഉത്രാടവും മൂലവും തിരുവോണവും എല്ലാം അത്തപ്പൂക്കളം പോലെയാക്കി അവൻ പോയി മാഡം. പക്ഷേ അത് മധുരതരമായ ഒരോർമ്മയായിരുന്നു. അവൻ ഇനിയും പണമുണ്ടാക്കി ഇവിടെ വരും, ഫ്രീക്വൻ്റായി വരും. അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൾ ഞാനാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കണം, കല്യാണം ഒന്നും കഴിക്കരുത്, കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു. പക്ഷേ അവൻ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അക്കടി പറ്റിയെന്നും. ആരെ കാണണം, വീട്ടുകാരോട് പറയാൻ പറ്റില്ല, കൂട്ടുകാർ അധികമില്ല. ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആരെങ്കിലും സഹായിക്കുമോ എനിക്കറിയില്ല. ഞാനൊരു 10ഓളം ഡോക്ടർമാരെ പോയി കണ്ടു, ആരും എന്നെ സഹായിച്ചില്ല. അവസാനം ഒരു ലേഡി ഡോക്ടറെ കണ്ട് ഞാൻ കരഞ്ഞ് കാലി പിടിച്ചപ്പോഴാണ് അവർ എനിക്ക് കാര്യങ്ങൾ റെഡിയാക്കി തന്നത്. ഞാൻ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഉല്ലാസവും ഊഞ്ഞാലാട്ടവും കൊള്ളാം, പക്ഷേ സൂക്ഷിക്കണം മോളേന്ന്. നല്ലൊരു തുക അവർക്ക് കൊടുത്ത ശേഷമാണ് എല്ലാം ക്ലിയർ ആക്കിയത്. അത് കഴിഞ്ഞിട്ടും അവൻ ഞാനും കൂടെ സല്ലാപങ്ങൾ തുടർന്നു. ഞാൻ PG എടുത്തു. ഇതിനിടയ്ക്ക് അവൻ കുറേ വട്ടം വന്നിട്ട് പോയി. അപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിക്കുകയായിരുന്നു. ഒരു വട്ടം മാത്രമേ എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുള്ളൂ. ഓരോ വരവിലും അവൻ കൂടുതൽ കരുത്ത് ആർജിച്ചു. പിന്നെ ഞാൻ PG കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ജോബിന് കയറി. ആ സമയത്ത് അവൻ കൂടുതൽ തിരക്കുള്ള നടനായി മാറിയെന്നും ഷൂട്ടിങ്ങിന് വേണ്ടി വേറെ രാജ്യത്ത് പോവുകയാണെന്നും പറഞ്ഞു. 10-15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ പണവുമായി എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ കാത്തിരുന്നു. 10-15 ദിവസം അവനില്ലാതെ എനിക്ക് പുറത്തില്ലായിരുന്നു. പക്ഷേ 15 ദിവസം 20 ദിവസമായി. പിന്നീട് അവൻ്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയായിരുന്നു. എനിക്ക് വല്ലാത്ത ഡിപ്രഷനായിരുന്നു. അതിൽ നിന്ന് കരകയറാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. അപ്പോഴേക്കും എൻ്റെ വീട്ടുകാർക്കും എനിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചത് മനസ്സിലായി. എല്ലാവരും നാട്ടിൽ വന്നു. എൻ്റെ പപ്പയൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പുള്ളി സ്ട്രിക്റ്റായിട്ട് തീരുമാനമെടുത്തു. എന്താണ് ഏതാണെന്നും ചോദിച്ചില്ല. അങ്ങനെയാണ് മാഡം എൻ്റെ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞത്. 3-4 ചെക്കന്മാരെ കാണിച്ചു. എല്ലാം സൗന്ദര്യമുള്ളവരായിരുന്നു. പക്ഷേ എൻ്റെ കാമുകനെ പോലെ വെളുത്ത് തുടുത്ത് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തു. അയാൾ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അയാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്ന് തോന്നി മാഡം. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. കാര്യം എൻ്റെ കാമുകൻ ദേഹമാസകലം വെളുത്തു തൊടുത്തിരിക്കുന്നൊരു മനുഷ്യനായിരുന്നു. ഇന്ത്യൻ മനുഷ്യരുടെ ശരീരഭാഗങ്ങൾ മാഡത്തിന് അറിയാമല്ലോ. എനിക്ക് എല്ലാം കണ്ടിട്ട് ഛർദ്ദിക്കാനും ഓക്കാനവുമാണ് വന്നത്. ഒരു രീതിയിൽ സഹകരിക്കാൻ പറ്റുന്നില്ല. ഒരു വട്ടം മാത്രമേ എൻ്റെ നേത്രങ്ങൾ അത് കണ്ടുള്ളൂ. അതോടുകൂടി ഞാൻ അയാളിൽ നിന്ന് അകന്നു മാറി. വഴക്കും വക്കാണുമായിട്ട് പോയെങ്കിലും ഒരിക്കൽ പോലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കെൻ്റെ കാമുകനെ പോലുള്ളവരെ മാത്രമേ അംഗീകരിക്കാൻ
അംഗീകരിക്കാൻ പറ്റൂ. കറുത്ത നിറമുള്ള പല കാര്യങ്ങളും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല മാഡം. അതോടുകൂടി എല്ലാം ഇപ്പോഴത്തെ വിവാഹമോചന അവസ്ഥയിലേക്കായിരിക്കുകയാണ്. എത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്കതിനൊരു മനസ്സമാധാനവും കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. വീട്ടുകാരുമായിട്ടും അധിക ബന്ധമില്ല. മാഡം, എൻ്റെ ഈ വികാര വിചാരങ്ങൾ അടിമുടി പിഴുതു മാറ്റാൻ പറ്റുമോ? അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? എന്നെ ഗൈഡ് ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് വിനീത് എഴുതിയിരിക്കുന്നൊരു മെയിലാണ്. മാഡം, എൻ്റെ പേര് വിനീത്, 23 വയസ്സുണ്ട്. ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയുമുണ്ട്. എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. ചേച്ചിയുടെ കല്യാണം വരെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെറിയ വഴക്കുണ്ടാക്കും. പക്ഷേ അത് വലിയ ഒച്ചപ്പാടോ ബഹളമോ ഒന്നുമല്ല. ചിലപ്പോൾ പിണങ്ങിയിരിക്കാറുണ്ട്. അത് പക്ഷേ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാധാരണമായി പോവുകയായിരുന്നു. ഒരു മാതൃകാ ദമ്പതികളാണ് അച്ഛനും അമ്മയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ മാഡം, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ 2 പേർക്കും നല്ല മാറ്റങ്ങളുണ്ട്. അവർ 2 പേരും കൂടെ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു. അച്ഛനും അമ്മയാണെങ്കിലും ഭാര്യയും ഭർത്താവുമല്ലേ, ഞാനതിൽ ഇടപെടാൻ പോകണ്ട. ഇടപെട്ടാൽ എൻ്റെ അച്ഛനും ഇഷ്ടമാകില്ല. അച്ഛൻ ഷൗട്ട് ചെയ്യുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പോയില്ല മാഡം. പക്ഷേ പതിവായി പല ദിവസങ്ങളിലും ഞാനിങ്ങനെ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും മുറിക്കകത്തു നിന്നും അവരുടെ വഴക്ക് ഡൈനിങ് ടേബിളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. 2 പേരും പോരുകോഴികളെ പോലെ പൊരുതുന്നത് ഞാൻ കണ്ടു. എനിക്കാകെ അത്ഭുതമായി. ഒരു ദിവസം അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയെ, നിങ്ങളെന്തിനാണ് ഇപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ വഴക്കിടുന്നത്? എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ വല്ലതുമുണ്ടോ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഞാനറിയാത്ത വല്ല കടങ്ങളുമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം. വെറുതെ എന്തിനാ വഴക്കിടുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, കടവും ഇടവും ഒന്നും ഇവിടെ ഇല്ല. അതൊന്നുമല്ല, നിൻ്റെ അച്ഛന് ഈ ഇടയ്ക്കായിട്ട് ഒത്തിരി മാറ്റങ്ങളുണ്ട്. പ്രായത്തിൻ്റെതായുള്ള ചേഞ്ചുകളായിരിക്കാം. ആണുങ്ങൾക്ക് പ്രായമാകുമ്പോഴേക്കും മൂശേട്ട ഇളകും എന്നൊക്കെ അമ്മ പറഞ്ഞു. ഞാൻ ഓർത്തു, ഇനിയിപ്പോൾ അച്ഛന് വേറെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അമ്മ കണ്ടുപിടിച്ചതാണോ? അതോ അമ്മയ്ക്ക് ഇനി വല്ല ചുറ്റിക്കളി ഉണ്ടെന്ന് അച്ഛൻ കണ്ടുപിടിച്ചതാണോ? അമ്മയ്ക്കൊരു ചുറ്റിക്കളയും കാണില്ല. കാര്യം അമ്മയ്ക്ക് ഫോൺ പോലും വരാറില്ല. പിന്നെന്തിനാണ് അമ്മയും അച്ഛനും തമ്മിൽ ഇങ്ങനെ വഴക്കിടുന്നത്? എനിക്കറിയില്ല. ഒരു ദിവസം മുട്ടൻ വഴക്കായിരുന്നു. ആ സമയത്ത് ഞാൻ പോയില്ല. എങ്കിലും ഞാൻ കേൾക്കാൻ ഭാഗത്തിൽ പോയി നിന്നു മാഡം. അപ്പോഴേക്കും പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. അതായത് ഇപ്പോൾ കുറേ നാളായിട്ട്, എന്ന് വെച്ചാൽ മാസങ്ങളായിട്ട് അമ്മ അച്ഛനോട് അടുക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് അച്ഛൻ വഴക്കുണ്ടാക്കുന്നത്. എടീ, നീ എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, ഒരു രീതിയിൽ സഹകരിക്കാതെ രാത്രിയാകുമ്പോൾ നീ തനിയെ എന്താണ് കൈക്കറേ കാണിക്കുന്നത്? ഞാനത് കണ്ടുപിടിച്ചു. സ്വന്തം ഭർത്താവിൽ നിന്ന് അകന്ന് നീ എന്തിനാണ് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നത്? അപ്പോൾ നിനക്കെന്തോ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നീ കാമുകനെ ഓർത്തുകൊണ്ടല്ലേടി ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും കാലമായിട്ടും നിനക്കെന്നോട് എന്ത് സ്നേഹമായിരുന്നു. പക്ഷേ ഞാൻ അതുവരെയും കണ്ടിട്ടില്ല. നീ എന്നോട് അകന്നു നിൽക്കുന്നതും നീ ഉറങ്ങുകയാണെന്ന് ഭാവിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ നീ നിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതും ഇതിൽ എന്തോ ദുരൂഹതയുണ്ട്. സത്യം പറയൂ, എനിക്ക് അത് താങ്ങാനുള്ള ശക്തിയുണ്ട്. നിനക്ക് വേറെ ഏതെങ്കിലും കാമുകന്മാരുണ്ടെങ്കിൽ നീ പോയിക്കോ. നമുക്ക് വിവാഹമോചനം ചെയ്യാം. മോളുടെ കല്യാണം കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു ആൺചക്കനാണ്. അവൻ എങ്ങനെയെങ്കിലും നടന്നോളും എന്നൊക്കെ അച്ഛൻ പറയുന്നു. പക്ഷേ അമ്മ അതിനൊന്നും കറക്റ്റ് മറുപടി കൊടുക്കില്ല. നിങ്ങൾക്ക് തോന്നിയതാ എന്നൊക്കെ പറയുന്നു. ഒരു ദിവസം കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്തോ പറഞ്ഞ് അച്ഛനും അമ്മയും കൂടെ വലിയ വഴക്കായി. ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പോൾ അച്ഛൻ പച്ചയ്ക്ക് ഈ കാര്യം എന്നോട് പറഞ്ഞു. നിൻ്റെ അമ്മയ്ക്ക് മറ്റേതോ കാമുകനുണ്ട്. നിൻ്റെ അമ്മ ഒളിഞ്ഞും തെളിഞ്ഞും എന്നെ അവോയ്ഡ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, മറ്റൊരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു ഭാര്യയും കാണിക്കാത്ത ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ആ ഭർത്താവ് ഉറങ്ങിക്കഴിയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പമ്പരം കറക്കുന്ന അമ്മയാണ് നിനക്കുള്ളത് എന്ന് പറഞ്ഞു. അത് കേട്ട് അമ്മയും ഞെട്ടി, ഞാനും ഞെട്ടി. ഇത്രയും തുറന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു മാഡം. അപ്പോഴേക്കും അമ്മ ചാടിവിട പറയുകയാണ്, ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾക്ക് യാതൊരു കഴിവുമില്ല. ഭർത്താവ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ ഇരുന്നിട്ട് എന്ത് കാര്യം? അടുത്ത് വന്ന് സ്നേഹം പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ആണായാൽ ആണുങ്ങൾക്ക് ആണിൻ്റെതായ കഴിവുകൾ വേണം. ആ കഴിവുകളെല്ലാം ചോർന്നു പോയ വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെ എനിക്ക് വെറുപ്പാണ്.
ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് ചേർന്ന് നിന്നിട്ട് എന്ത് കാര്യം, 1-2 മിനിറ്റ്. അതുകൊണ്ട് എനിക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിലും ഭേദം എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു കാമുകനുണ്ടെങ്കിൽ ആ കാമകന് കൂടെ ഞാൻ പോയാൽ പോരെ. പക്ഷേ കാമുകനില്ലാത്തത് കൊണ്ടാണ് സ്വയം പല കാര്യങ്ങളും അവലംബിക്കുന്നത് എന്ന് അമ്മ പച്ചയായിട്ട് പറഞ്ഞു. ഞാനാണെങ്കിൽ ചെവി പൊത്തിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. ഇപ്പോഴും വഴക്കുണ്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് മാഡം? എന്തെങ്കിലും ഗൈഡൻസ് അവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കത്തിലെ പെൺകുട്ടിക്ക് വിദേശിയുമായുള്ള സ്നേഹബന്ധം മൂലം വിദേശിയുടെ ഫീച്ചേഴ്സ് ഉള്ള ഒരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നുള്ളൂ. ഭർത്താവിനെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നില്ല. വെളുത്തു തുറുത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അയാളുടെ ശരീരപ്രകൃതിയിൽ കറുത്ത പല കാര്യങ്ങളും ഭാഗങ്ങളും ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു രീതിയിൽ അയാളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ പണ്ടും നമുക്കെല്ലാവർക്കും ഉള്ളൊരു മിഥ്യാധാരണയാണ്. ഓഹ്, ഇങ്ങനെ വെളുത്ത ആൾക്കാർ എവിടെയാണ് ഫുള്ള് എന്ന് തോന്നാറുണ്ട്. ഒരു പക്ഷേ അവരതിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സ്വതവേ അങ്ങനെയുള്ള വംശ ആൾക്കാരുമുണ്ട്. എങ്കിലും ഇന്ത്യയിലുള്ള ആളുകൾക്ക് ദേഹം വെളുത്തതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ കറുത്ത ശരീരഭാഗങ്ങളും പലയിടങ്ങളിലായിട്ട് കാണപ്പെടാറുണ്ട്. അത് നമ്മളുടെ ശരീരത്തിൻ്റെ പ്രകൃതിയാണ്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇഷ്ടം പോലെയുണ്ട്. അതേപോലെ കറുപ്പ് നിറം മാറ്റാൻ വേണ്ടി ലേസേഴ്സ്, അതേപോലെ അസിസ്റ്റഡായിട്ട് കുറച്ചൊക്കെ മെഡിസിൻസ് അസിസ്റ്റഡായിട്ടുള്ള പലതരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോട് യഥാർത്ഥം പറഞ്ഞിട്ട് അദ്ദേഹത്തെ നിങ്ങളുടെ രീതിയിൽ ആക്കിയെടുക്കുക. അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ. കറുപ്പിലും വെളുപ്പിലും ഒന്നും കാര്യമില്ല, അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതല്ല, ഇതൊന്നുമല്ല ദാമ്പത്യം, സ്നേഹമാണ് എന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മിഥ്യാധാരണകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് സ്വയം പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക. ശരിക്കും സൈക്കോതെറാപ്പി ആവശ്യമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള തെറാപ്പികൾ ഇതിൽ ഗുണം ചെയ്യും. യഥാർത്ഥം തിരിച്ചറിയാനും നമ്മളുടെ ആ ഒരു പിടിവാച്ചുകളൊക്കെ മാറ്റിയിട്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് സ്നേഹത്തോട് പെരുമാറി രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് അത് നിലനിർത്തി ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ വിനീതിൻ്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഒരു സാധാരണ പയ്യനാണ്. അച്ഛൻ്റെ അമ്മയുടെ ഇത്തരം കാര്യങ്ങളിലും വഴക്കുകളിലും ഒരു മകന് ഇടപെടുന്നതിന് പരിധിയുണ്ട്. ഇപ്പോൾ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ ഇടപെടാം. അല്ലാത്തൊരാൾക്ക് അത്രയും വിശദമായിട്ട് അവരോട് സംസാരിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ അച്ഛനായിരിക്കും ആദ്യം തുടങ്ങിയിരിക്കുക, അമ്മ യങ്ങായിരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോഴും പഴയ ഒരു സ്വഭാവവും രീതികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവിടെ വന്ന ചില പ്രശ്നങ്ങളാണ്. അതൊക്കെ ട്രീറ്റ്മെൻറ്റ് മൂലം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ചിലപ്പോൾ മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ ഇനി ഒരു വഴക്കുണ്ടാക്കുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഫാമിലി കൗൺസിലറിൻ്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. അവിടെ പോയി കൗൺസിലിംഗ് ചെയ്യൂ. ഇല്ലെങ്കിൽ ശരിയാകില്ല. ഇത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്കിവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പോയേ പറ്റൂന്ന് സ്നേഹത്തോടു കൂടി നിർബന്ധിച്ച് അവരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ റെഡിയാക്കി കിട്ടും. അവരെ ഷൗട്ട് ചെയ്യാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സ്നേഹവും കുറച്ച് ഭീഷണിയും പറഞ്ഞ് ഒന്നുന്തിത്തള്ളി ഒരു കൗൺസിലിങ്ങിനോ ട്രീറ്റ്മെൻറ്റിനോ വിടുകയാണെങ്കിൽ അവർക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നം മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ അച്ഛനെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റെന്തിനെ പോലെ തന്നെയാണ് ഇതും. കാരണം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായി വരും. മനുഷ്യന് മനസ്സിനും ശരീരത്തിനും ഒക്കെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു കളം ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറും. കുടുംബത്തിൽ പഴയ അന്തരീക്ഷം തിരികെ വരികയും ചെയ്യും. ബുദ്ധിപൂർവ്വം മുന്നേറുക.